ഹലോ ഫ്രണ്ട്സ്, sanu4you എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് അടിപൊളി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതും അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, ഉരുളിയിൽ വെച്ചിട്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉപ്പും മുളകും ഒക്കെ തേച്ച് 1 കിലോ ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 സവാള വലുത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3 തക്കാളിയാണ്. പിന്നെ 2 ക്യാരറ്റും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് കുറച്ചെടുത്ത് വയ്ക്കാം. പിന്നെ അല്പം പട്ട, ഗ്രാമ്പു, തക്കോലം ഒക്കെ നമുക്ക് കുറച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ തൈര് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ബസുമതി അരി, കുരുമുളക് പൊടി, പിന്നെ കപ്പലണ്ടി മുന്തിരിയൊക്കെ നമുക്ക് വറുത്തെടുത്ത് വെക്കണം. അപ്പോൾ നമുക്കൊരു അടുപ്പിൽ തീ കത്തിച്ച് ഉരുളി വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് പട്ടയും ഗ്രാമ്പും ഒക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാല മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കൂടാതെ നമുക്ക് തക്കാളി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം തൈരും കൂടി നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം മാറ്റി വെക്കണം, അത് നമുക്ക് അരി വേവിക്കുമ്പോൾ ഇടാനുള്ളതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിത് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് അധികം ഇട്ടുള്ളത്. അപ്പം കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മസാലയ്ക്ക് ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് അധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാലയാണ് ഇടുന്നത്. ബിരിയാണി മസാലയും കിട്ടുന്നതാണ്, നമുക്കത് ഇട്ട് കൊടുത്താലും മതി. ഗരം മസാല ആകുമ്പോൾ നമ്മൾ പൊടിച്ചതായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട്. ഇനി മസാല എല്ലാം കൂടി നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് പിടിപ്പിക്കാം. വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. അരി വേവിക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒരു കലത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇറച്ചി പകുതി വേവോളമായിട്ടുണ്ട്. നമുക്കതിലേക്ക് പുതിന ഇലയും മല്ലിച്ചപ്പും കുറച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടി നന്നായി ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം ബാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അരിക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ച ഒരു 3/4 മണിക്കൂറോളം വെള്ളം പോകാൻ വെച്ച അരിയാണ് ഇത്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അല്പം ഏലക്ക, പട്ട, ഗ്രാമ്പു ഒക്കെ കൂടി നമുക്ക് ഈ അരി വേവിക്കാൻ നിലയ്ക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കപ്പലണ്ടി മുന്തിരി നമുക്ക് വറുത്തെടുക്കണം. ആദ്യം കപ്പലണ്ടി വറുത്തെടുക്കാം, അതിന് പുറമെ മുന്തിരി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയും മുന്തിരിയും വറുത്ത നെയ്യിലേക്ക് നമുക്ക് കുറച്ച് ഡാൽഡ ഇട്ട് കൊടുത്ത്
റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ബസുമതി അരി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് വെള്ളം കളയാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് കോരി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. ദമ്മിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് റൈസ് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ അരിഞ്ഞ് ചെറുതാക്കിയതും പിന്നെ ക്യാരറ്റ് അരിഞ്ഞതും കൂടി നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിനയും മല്ലിച്ചപ്പും കൂടി ചെറുതായി അരിഞ്ഞത് അല്പം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡാൽഡയും നെയ്യും കൂടി അല്പം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി മൂടി വയ്ക്കാം. ഇനി നമുക്ക് ദമ്മിടുന്നതിന് ആവശ്യമായി ആദ്യം കുറച്ച് ചാരം വാരിയിട്ട ശേഷം നമുക്ക് കനലൊക്കെ വാരി ഈ അടപ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് താഴെ തീയിൻ്റെ ആവശ്യമില്ല, ചെറിയൊരു ചൂട് കിട്ടിയാൽ മതി. ഇനി മുകളിലാണ് നമ്മൾ ദമ്മിടാൻ വേണ്ടി കനൽ വാരിയിടുന്നത്. ചൂടിന് മേലെയാണ് വേണ്ടത്. ഇതിനൊരു 3/4 മണിക്കൂറോളം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. അപ്പോൾ നമ്മുടെ ദമ്മൊക്കെ അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, മല്ലിച്ചപ്പ് പുതിനയുണ്ട്, കുറച്ച് പച്ചമുളക്, 5-6 ചെറിയുള്ളി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമായ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. കൂടാതെ കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കാം പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെ മിക്സിയുടെ ജാറിലിട്ട് ഇളക്കി അരച്ചെടുക്കണം. അപ്പോഴാണ് ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളിയും കക്കരിയും പച്ചമുളകും മല്ലിച്ചപ്പ കൂടി ഇട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് സാലഡും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനി ബിരിയാണിക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, കുറച്ച് കുരുമുളകും ചുവന്ന മുളകും കൂടി പൊടിയിട്ട് കൊടുക്കാം, കുറച്ച് വെളിച്ചെണ്ണയും തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ദമ്മ് പൊട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ തയ്യാറാണ്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കൊതിയൂറും ബിരിയാണി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കണേ. എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ.